വന്നത് നിങ്ങൾക്ക് കോർപ്പറേഷനും അതേപോലെ തന്നെ ബാങ്കിങ്ങും ഇത് രണ്ടും സബ്ജക്റ്റ് എടുക്കുന്നത് ഞാനാണ്. അപ്പോ നിങ്ങളുടെയും ഞങ്ങളുടെയും നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ജോബ് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടുന്നത് വരെ ഈ ഒരു സബ്ജക്റ്റുകൾ, അതായത് ഇപ്പോൾ കോർപ്പറേഷൻ ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും അതിന്റെ എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നോട് ഡൗട്ട്സ് ആണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നമുക്ക് രണ്ടുപേർക്കും കൂടിയും ഈ ഒരു എന്താ പറയാ ഈ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങൾക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത്. സോ ഈ ഒരു ലക്ഷ്യം നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് അച്ചീവ് ചെയ്യാം. ഓക്കെ, അപ്പോ എന്നാ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞല്ലോ കോർപ്പറേഷൻ ആണ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോർപ്പറേഷൻ നമുക്ക് നമ്മുടെ CSEB എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയയിൽ നിന്നും 50% ഓഫ് ക്വസ്റ്റ്യൻസ് കോർപ്പറേഷന്റെ ഏരിയയിൽ നിന്നും വരാറുണ്ട്. ലോഡ് ഏരിയയും കോർപ്പറേഷനും രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് തന്നെയാണ് സത്യം. പക്ഷെ എന്നിരുന്നാലും ഈ കോർപ്പറേഷന്റെ ഏരിയയിൽ നിന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയും ഈ ഒരു കോർപ്പറേഷൻ തന്നെയാണ് കേട്ടോ. കാരണം അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലേക്ക് ഇതുവരെയായിട്ടും CSEB ഈ ഒരു പേപ്പർ കൊണ്ടുപോയിട്ടില്ല എന്നതാണ് സത്യം. അതായത് നിങ്ങൾ എന്താണോ പഠിച്ചത് അത് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ പഠിച്ചതിൽ നിന്നും എഴുതാൻ പറ്റും. അപ്പൊ അത്രയും എളുപ്പമുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. അപ്പൊ എന്താണോ നമ്മൾ ഇവിടെ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷന്റെ ഭാഗത്താണെങ്കിലും അത് ഏത് സബ്ജക്ട് ആണെങ്കിലും, കാരണം ഇവിടെയുള്ള എല്ലാ ഫാക്കൽറ്റീസും നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നവരാണ്, നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയുന്നുണ്ടാവും. സോ നമ്മൾ എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോലി എന്ന് പറയുന്ന ഈ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇത് അത്ര ഒരു ബാലി കേറാമലയാണെന്നൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നതും. അതേപോലെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക സബ്ജക്റ്റുകളും. അപ്പൊ അതിൽ കോർപ്പറേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് ഇത് കുറച്ചുകൂടെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത്. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവർ ഇതുവരെയായിട്ടും ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര ചരിത്രമൊന്നും നമുക്ക് പഠിക്കാനില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. അപ്പൊ അത് മാത്രമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഈ 3 പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ആസ് സ്റ്റേറ്റ് പോളിസി. അതായത് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ മറ്റുള്ള രാജ്യങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം അവിടെ കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പീപ്പിൾ മൂവ്മെന്റ് ആയിട്ടാണ്. അതായത് വോളണ്ടിയർലി കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നു. ആ ഒരു ലെവലിലാണ് അവിടെ കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ നമ്മുടെ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഇനി സെക്കൻഡ് വൺ, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തിന്റെ പ്രൊഡക്റ്റ് ആണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത് പറഞ്ഞത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊരു സ്റ്റേറ്റ് പോളിസി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് പോളിസിയാണ്. നമുക്ക് ഇത് ഇതേപോലെ തന്നെയാണ് ഇവർ ചോദ്യം ചോദിക്കുന്നത്. CSEB എനിക്ക് തോന്നുന്നു 2 വട്ടം എങ്ങാണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓപ്ഷൻസിൽ ഈ പറഞ്ഞ പോലെ പീപ്പിൾസ് മൂവ്മെന്റ് എന്ന് തരും, അതേപോലെ തന്നെ യൂണിവേഴ്സൽ മൂവ്മെന്റ് എന്ന് തരും, അതുപോലെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന് തരും, സ്റ്റേറ്റ് പോളിസി എന്ന് തരും. സോ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ അറിഞ്ഞു വെക്കുക, ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? അത് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ആണ് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ദ ലാസ്റ്റ് വൺ ഈസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് ഈസ് എ പീപ്പിൾ മൂവ്മെന്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വേൾഡിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പീപ്പിൾ മൂവ്മെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വരുന്നത് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ വേൾഡിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വരുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? പീപ്പിൾസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ഇനി കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്തിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ പ്രൊഡക്റ്റ് ആണ്. ഈ 3 പോയിന്റുകളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, കാരണം ഈ 3ഉം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിൽ തുടങ്ങുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ അത് വേൾഡിൽ തുടങ്ങുന്നത് പീപ്പിൾസ് മൂവ്മെന്റ് ആയിട്ടായിരുന്നു. എന്നാൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്തിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു റൈറ്റ് ആണ്, ഒരു ഡെക്കാൻ റൈറ്റ്. ഡെക്കാൻ സമരം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ?
അതൊരു പെസന്റ് റൈറ്റ് ആയിരുന്നു. പെസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമർ അഥവാ കർഷകരുടെ ഒരു സമരമായിരുന്നു എന്തെന്ന് പറയുന്നത്, ഡെക്കാൻ റൈറ്റ് എന്ന് പറയുന്നത്. അതായത് 1874 ഈ ഒരു സമരം പുറപ്പെടുവിക്കുന്നത്. ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടും കൂടെയാണ് നമ്മുടെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ സമരത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ ഒരു സമരത്തിന്റെ ഇയർ പല വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡെക്കാൻ റൈറ്റിന്റെ ഇയർ എന്ന് പറയുന്നത് 1874, 1874. 1874 എന്ത് പുറപ്പെടുവിക്കുന്നത്, ഡെക്കാൻ റൈറ്റ് അഥവാ പെസന്റ് റൈറ്റ്. അതായത് ഒരു കൂട്ടം കർഷകർ നടത്തിയ ഒരു സമരമായിരുന്നു. അതായത് അവരെ മണി ലെൻഡേഴ്സ് വളരെ മോശമായ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നും ഒരു റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സമരം പുറപ്പെടുവിപ്പിക്കുന്നത്. അപ്പോൾ ഡെക്കാൻ റൈറ്റ് വന്ന വർഷമാണ് നമ്മളോട് ചോദിക്കുക. അല്ലാതെ ഇത് എന്തിനു വേണ്ടി നടത്തിയ സമരമാണെന്നോ അല്ലെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണോ ആ ലെവൽ ഓഫ് ഒരു ചോദ്യം നമ്മളോട് ചോദിക്കില്ല. നമ്മളുടെ അടുത്ത് ഈ ഒരു റൈറ്റ് വന്ന ഇയർ ആണ് ചോദിക്കാറുള്ളത്. അത് 1874 ആണ്. അപ്പൊ ഡെക്കാൻ റൈറ്റ് 1874. സ്വാഭാവികമായിട്ടും ഒരു സമരം പുറപ്പെടുവിപ്പിക്കുമ്പോൾ ആ ഒരു സമരത്തിന് റിലീഫ് ആയിട്ട് ഒരു ആക്ട് വന്നിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് ഇത് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ്, അതായത് മണി ലെൻഡേഴ്സ് ഇല്ലാതെ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യാണ്, നേരിട്ട് ഫാർമേഴ്സിന് പൈസ കൊടുക്കാം എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തുന്നത്. അതാണ് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ഇതിന്റെയും ഇയർ മാത്രമേ ചോദിക്കുള്ളൂ. അതും 1879 ആണ്. അപ്പോൾ 1874 ഡെക്കാൻ റൈറ്റ് അഥവാ പെസന്റ് റൈറ്റ്. പെസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമർ, കർഷകർ. അപ്പോൾ കർഷക സമരം അല്ലെങ്കിൽ ഡെക്കാൻ റൈറ്റ് എന്ന് പറയുന്നത് പുറപ്പെടുവിപ്പിക്കുന്നത് 1874. എന്നാൽ ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് എന്നാണ് 1879. ഈ 2 ഇയറുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് ഈ ഇടയ്ക്ക് എങ്ങാണ്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ദെൻ അടുത്തതാണ് ഇനി ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് മറ്റെന്ന് പറയുന്നത് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് എന്ന് പറയുന്നത്. അത് വന്ന വർഷം 1883 ആണ് കേട്ടോ. ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് വന്ന വർഷം 1883. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അഗ്രികൾച്ചറലിസ്റ്റിന് ലോങ് ടേം ലോണുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഒരു ആക്ട് ആണ് അഗ്രികൾച്ചറൽ ലോൺ ആക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ വർഷം 1884 ആണ്. അഗ്രികൾച്ചറൽ ലോൺ ആക്ട് അതായത് കർഷകർക്ക് ഷോർട്ട് ടേം ലോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് അഗ്രികൾച്ചറൽ ലോൺ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883, അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884. അപ്പൊ ഇത് മാറിപ്പോവാതിരിക്കാൻ ഇങ്ങനെ ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. നമുക്ക് ആദ്യം എന്ത് വേണം, ഒരു ഭൂമി വേണം അല്ലെ. ഭൂമി ഉണ്ടായാലേ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃഷി നടത്താൻ പറ്റുള്ളൂ. സോ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് വരേണ്ടത് ഏതാണ്, നമുക്ക് ലാൻഡ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് ആണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അതാണ് 1883. അപ്പൊ ആദ്യം നമുക്കൊരു ഭൂമി വേണം. ഭൂമി ഉണ്ടെങ്കിലേ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ലാൻഡ് ആണ്. സോ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883. നമ്മൾ ഒരു ഭൂമി, ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു സ്ഥലം മേടിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളതൊരു ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ടാണോ സ്ഥലം വാങ്ങുന്നത്, അല്ല അല്ലെ. നമ്മളിപ്പോ ഇന്നിപ്പോ ഒരു സ്ഥലം വാങ്ങുന്നത് എന്തിനാണ്, നമ്മൾ ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഭാവിയിൽ നമുക്കൊരു വീട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല നമ്മുടെ മക്കൾക്ക് ഒരു വീട് വെക്കാം, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ലോങ് ടേം ഒരു വിഷനോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലാൻഡ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ലോണുകൾ കൊടുക്കാൻ, അഗ്രികൾച്ചറലിസ്റ്റുകൾക്ക് ലോങ് ടേം ലോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ലാൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് വന്നത് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് ആണ് 1883. രണ്ടാമത് വന്നതാണ് അഗ്രികൾച്ചറൽ ലോൺ ആക്ട്. അത് വന്നത് എന്നാണ് 1884, അതായത് തൊട്ടടുത്ത വർഷം. ഇപ്പൊ അഗ്രികൾച്ചറൽ ലോൺ ആക്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ലോണുകൾ അല്ലെ. ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മൾ എപ്പോഴും കുറച്ച് കാലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഒരു വാഴകൃഷി നമ്മൾ ചെയ്യുന്നത് എന്താ, ആ വാഴ വെട്ടി കുറയ്ക്കുന്നത് വരെ നമ്മൾ ആ കൃഷി ചെയ്യത്തുള്ളൂ. അതുപോലെ ഇപ്പൊ നെല്ല് കൃഷി അല്ലെ. അപ്പൊ അതെല്ലാം ഷോർട്ട് ടേം പർപ്പസിലോട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ലോൺ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഷോർട്ട് ടേം ലോണുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883 ലോങ് ടേം ലോണുകൾ അഗ്രികൾച്ചറിസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884 ഷോർട്ട് ടേം ലോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണ്. ഇവർ രണ്ട്, അതായത് ഈ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ടിനെയും അഗ്രികൾച്ചറൽ ലോൺ ആക്ടിനെയും ഇതിന് രണ്ടിനെയും കൂടി കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് തക്കാവി ലോസ്. ഇത് CSEB ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് തക്കാവി ലോസ്? എന്നിട്ട് അവർ ഓപ്ഷനിൽ തന്നു. നമുക്ക് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് എന്ന ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ അതായിരുന്നു. ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ ലോൺ ആക്ട് എന്നായിരുന്നു. ഓപ്ഷൻ സി എന്തായിരുന്നു, ഓപ്ഷൻ എ ആൻഡ് ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി. ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആ ഒരു ലെവലിലാണ് ചോദ്യം ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ഉത്തരം എഴുതുള്ളൂ,
ഓപ്ഷൻ സി അല്ലെ, കാരണം ഇത് രണ്ടും ചേർന്നതിനെയാണ് നമ്മൾ തക്കാവി ലോസ് എന്ന് പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒന്നിനെയല്ല. ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883നെയും അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884നെയും രണ്ടിനെയും കൂടെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, തക്കാവി ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തക്കാവി ലോസുമായി ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം കേട്ടോ. സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ, എങ്കിലേ നമുക്ക് അതൊരു നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റേത് ഞാൻ ഇങ്ങനെ ഇവിടുന്ന് പറയാ, നിങ്ങൾ അവിടെ ഒന്നും പറയാതിരിക്കുമ്പോൾ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു താങ്ക് യു. ശരി, ഇനി ഈ തക്കാവി ലോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്, അതാണ് BP പട്ടേൽ കമ്മിറ്റി. അപ്പൊ നമുക്കറിയാം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം, ഓക്കെ, കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റികളെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇതിനകത്ത് ഇഷ്ടംപോലെ കമ്മിറ്റികൾ നമ്മൾ പഠിക്കുന്നുണ്ട്, കാരണം നമ്മുടെ അടുത്ത് കമ്മിറ്റികളിൽ നിന്നും ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. എളുപ്പമാണ് കേട്ടോ. അപ്പൊ കമ്മിറ്റികൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അയ്യോ നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. സിമ്പിൾ ആണ്, വളരെ സിമ്പിളായ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ പഠിപ്പിക്കും. നമ്മൾ എപ്പോഴും നമ്മൾ ഏതൊരു വിഷയവും പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം, ആ ഒരു വിഷയത്തെ ഇഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. കഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അയ്യോ ഇതൊക്കെ എന്തൊരു പ്രശ്നമാണെന്ന് തോന്നുക. സത്യത്തിൽ എല്ലാ സബ്ജക്റ്റുകളെയും നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് BP പട്ടേൽ കമ്മിറ്റി, തക്കാവി ലോസുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് BP പട്ടേൽ കമ്മിറ്റി. 1961, 62 ഈ ഒരു കമ്മിറ്റി വന്നത്. 61, 62 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 61 കമ്മിറ്റി രൂപീകരിക്കുന്നു, 62 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അതാണ് 61, 62. ഇനി അടുത്തൊരു പോയിന്റ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, CSEB ചോദിച്ച ചോദ്യമാണ്. പ്രൊപ്പോസേഴ്സ് ഓഫ് തക്കാവി ലോസ്, അതായത് തക്കാവി ലോസിന്റെ പ്രൊപ്പോസേഴ്സ് ആരൊക്കെയാണ്? വില്യം വെഡറും ജസ്റ്റിസ് റെനാഡിയുമാണ് ഇതിന്റെ പ്രൊപ്പോസേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ തക്കാവി ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മേജർ റോള് വഹിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് വില്യം വെഡറും മറ്റേത് ജസ്റ്റിസ് റെനാഡി. ഈ രണ്ടുപേരുടെയും ചോദ്യം, അതായത് ഇതേപോലെ തന്നെയാണ് നമ്മളോട് ചോദ്യം ചോദിച്ചത്.